തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശൂരിൽ നിന്ന് തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഒടുവിൽ ജോസ് വള്ളൂർ രാജിവെച്ചിരിക്കുന്നു. എന്താണ് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അരണ്യ, നാടകീയ സംഭവങ്ങൾക്കെല്ലാം ഒടുവിൽ ഇപ്പോൾ തൃശൂർ DCC പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. DCC യോഗത്തിൽ DCC പ്രസിഡന്റ് തന്നെ രാജിവെച്ചതായി അറിയിക്കുകയായിരുന്നു. എന്തായാലും തൃശൂരിലെ പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല. പ്രവർത്തകർക്ക് അതായത് പ്രതിഷേധക്കാർ പറയുന്നത് DCC പ്രസിഡന്റ് മാത്രമല്ല ഈ വിഷയത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ, TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ അവരും ഒഴിഞ്ഞു നിൽക്കണം, അവരുടെയും അവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. KPCC കർശന നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് DCC പ്രസിഡന്റ് എന്ന് രാജിവെച്ചത്. KPCC തന്നെ ഒരുപക്ഷെ നടപടിയെടുക്കാതെ നേരത്തെ ഈ രാജിയിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വം ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് AICCയുടെ കർശന നിർദ്ദേശം KPCCയോടുണ്ടായിരുന്നു. ഇതിൽ ഈ വിഷയം അവസാനിപ്പിക്കണം, കയ്യാങ്കളിയിലേക്ക് പോയ സാഹചര്യം, കൂട്ടത്തലിലേക്ക് പോയ സാഹചര്യം ഇതെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, കർശന നടപടി കാര്യത്തിൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടുപേരുടെയും രാജി, DCC പ്രസിഡന്റിന്റെയും ജില്ലാ UDF ചെയർമാന്റെയും രാജി ആവശ്യപ്പെട്ടത്, KPCC ആവശ്യപ്പെട്ടത്. ഇതിൽ ഇപ്പോൾ DCC പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. UDF ജില്ലാ ചെയർമാൻ രാജി വെക്കുമെന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം മുകളിലേക്ക് പോയത്. രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. MP വിൻസെന്റും രാജിവെച്ചേക്കുമെന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകരുടെ വിഷയം, അതായത് പ്രതിഷേധം ഉയർത്തിയവർ പറയുന്നത് ഇപ്പോഴും ഒരാൾക്കെതിരെ മാത്രം നടപടി ഉണ്ടായാൽ പോരാ. ഈ വിഷയം, അതായത് പരാജയത്തിന് കാരണക്കാരായി അല്ലെങ്കിൽ പരാജയത്തിന് പിന്നിൽ നിന്നു കാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയില്ല, അതെല്ലാം അട്ടിമറിച്ചു എന്ന് ആരോപണം നേരിടേണ്ടി വന്ന DCC പ്രസിഡന്റ് മാത്രമല്ല, അതിൽ TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരുമാണ് ആദ്യം ഈ ഒരു ഇവർക്ക് രണ്ടുപേർക്ക് നേരെയാണ് ഏറ്റവും ആദ്യം പ്രതിഷേധം ഉണ്ടായത്. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുക, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ശക്തമായ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ MP വിൻസെന്റ് അതിനുശേഷമാണ് അനിലക്കരയ്ക്കും MP വിൻസെന്റിന്റെയും എതിരെയും ആരോപണങ്ങൾ ഉയർന്നതും ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ പ്രതിഷേധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതും. ഇതിൽ TN പ്രതാപനും അനിലക്കരയ്ക്കും എതിരെ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായതായി റിപ്പോർട്ടില്ല. പക്ഷേ അവർക്കെതിരെ കൂടെ പ്രധാനമായും TN പ്രതാപനാണ്. TN പ്രതാപൻ നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്, മാറി നിന്നു. മുരളീധരന് വേണ്ടി മാറിക്കൊടുത്തു എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചു. K മുരളീധരനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസം തന്നെ തന്റെ ചുവരെഴുത്തുകൾ മാച്ച് K മുരളീധരന് വേണ്ടി ചുവരെഴുതുന്നു. അത്തരം നാടകീയ രംഗങ്ങളെല്ലാം മാധ്യമങ്ങൾക്കുള്ളിൽ അവതരിപ്പിച്ച TN പ്രതാപൻ പക്ഷേ സ്ഥാനാർത്ഥിയായ K മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം പ്രചരണത്തിന് എവിടെയും കണ്ടിരുന്നില്ല. ഇതിനിടയിൽ ഇദ്ദേഹം ഒരു വിദേശ സന്ദർശനത്തിന് പോവുകയും ചെയ്തു. ഇതെല്ലാം വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിൽ പ്രവർത്തകർ പ്രതിഷേധവും അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നില്ല. വളരെ ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ട സാഹചര്യത്തിൽ ആണ് ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. അപ്പോഴാണ് K മുരളീധരൻ പറയുന്നത്, ഈ പ്രവർത്തകർ അല്ലെങ്കിൽ ഇവരാരെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആരെയും എത്തിക്കാൻ ഈ നേതൃത്വത്തിന് സാധിച്ചില്ല. ഏകോപനമില്ലായ്മ കൃത്യമായി വ്യക്തമായിരുന്നു. അങ്ങനെ ഒരു യോഗത്തിന് പോലും, പ്രചാരണ യോഗങ്ങൾക്ക് നേതാക്കളെ എത്തിക്കാൻ കഴിഞ്ഞില്ല. നേതാക്കളെ കൊണ്ടുവന്ന വ്യക്തിബന്ധത്തിന്റെ പേരിൽ ചില നേതാക്കളെങ്കിലും എത്തിയപ്പോൾ, DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ തൃശ്ശൂരിലെത്തിയപ്പോൾ ആ യോഗത്തിന് ആളെ എത്തിക്കാൻ പോലും ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഏകോപനമില്ലായ്മയുണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഈ TN പ്രതാപൻ സ്വയം ഈ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഞാൻ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുരളീധരന് വേണ്ടി താൻ സ്ഥാനമൊഴിയുന്നു, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യം എന്നെല്ലാം പറഞ്ഞ TN പ്രതാപനെ പിന്നീട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല. പ്രതാപന്റെ മണ്ഡലമായ നാട്ടികയിൽ പോലും പ്രചാരണത്തിന് TN പ്രതാപൻ എത്തിയില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതെല്ലാം പരസ്യമായി ആദ്യം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അതിനുശേഷം മറ്റുള്ളവർ രംഗത്ത് വന്നു. ഓരോ പടിപടിയായി ഈ പ്രതിഷേധം വന്നു. പക്ഷേ അപ്പോഴും കുറെ പേരെ ഒപ്പം നിർത്താൻ ജോസ് വള്ളൂരിന് സാധിച്ചു. ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് നല്ല DCC പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം, പക്ഷെ അദ്ദേഹത്തിന് ബലിയാടാക്കി എന്നെല്ലാം ുന്നുണ്ട്. പക്ഷേ ഇവിടെ നേതൃത്വത്തിന്റെ വീഴ്ച കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ ശക്തമായ പ്രതിഷേധം പ്രവർത്തകർ ഉന്നയിച്ചത്. എന്തായാലും രണ്ട് വിഭാഗമായി മാറിയിരിക്കുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. രണ്ട് ഗ്രൂപ്പുകൾക്ക് ഒപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിനിടെ ഇന്ന് രാവിലെ ഈ സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ അസഭ്യവർഷവും പോർവിളിയും ഉണ്ടായി. മാധ്യമപ്രവർത്തകരെ
ഉന്തുകയും തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവരെ പലപ്പോഴും DCCയിൽ പോലും നമ്മളിവിടെ ഒരു കാര്യത്തിനൊന്നും കണ്ടിട്ടില്ലാത്ത പലരും മാധ്യമപ്രവർത്തകർക്ക് നേരെ തട്ടിക്കയറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അത്തരം സംഘർഷഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് പിന്നീട് യോഗവും ഈ നാടകീയ ഒടുവിൽ രാജി പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. MP വിൻസെന്റും രാജിവെക്കുമെന്ന് സൂചന നൽകിയാണ് നേരത്തെ മുകളിലേക്ക് പോയത്. എന്തായാലും വൈകാതെ ഈ യോഗത്തിൽ തന്നെ MP വിൻസെന്റും തന്റെ രാജി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്നത് അനിൽ അക്കര, TN പ്രതാപൻ എന്നിവരുടെ പേരുകൾ. ഇവർക്കെതിരെ നടപടി വേണമെന്നാണ് പ്രവർത്തകരുടെ പ്രധാന ആവശ്യം. കാരണം ഇവരെ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിലെന്നും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കയ്യാങ്കളിക്ക് പിന്നിലെന്നും പറയുന്നു. പക്ഷേ ഈ സംഭവം ഉണ്ടായി, കൂട്ടത്തല്ലുണ്ടായി 24 മണിക്കൂറിന് ശേഷം DCC പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ സജീവൻ കുര്യച്ചിറയും സംഘത്തിനെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ സജീവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് K മുരളീധരന് വേണ്ടി അവസാന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത് സജീവൻ കുര്യച്ചിറയാണ്. തുടക്കം മുതൽ തന്നെ ഒപ്പം നിന്നിരുന്ന ആളാണ്. പക്ഷേ പിന്നീട് TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായപ്പോഴൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് കൊണ്ടുപോയത് സജീവൻ കുര്യച്ചിറയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ച ആളെ കാണാതായി. അതാണ് ഇവരെല്ലാം പ്രതിഷേധം അറിയിക്കാൻ കാരണം. TN പ്രതാപൻ ഇല്ലാതായിരുന്നിട്ട് പോലും മാറി നിന്നപ്പോൾ പോലും ഈ പ്രവർത്തകരെ കൂട്ടാൻ പരമാവധി പരിശ്രമിച്ച ആളാണ് സജീവൻ കുര്യച്ചിറ. അതിനുശേഷമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സജീവൻ കുര്യച്ചിറയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് സജീവനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ തുടർച്ചയാണ് പിന്നീട് അരങ്ങേറിയ ഈ കൂട്ടത്തല്ലെല്ലാം. കാരണം സജീവന് പിന്തുണ നൽകിയവർ, മുരളീധരന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എത്തി ഈ വിഷയം ചോദ്യം ചെയ്തപ്പോൾ ജോസ് വള്ളൂർ അനുകൂലികൾ അവരെയോട് തട്ടിക്കയറുകയും അവരെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ട ആ നാടകീയ രംഗങ്ങൾ. ഇതാണ് AICCയുടെ ഇടപെടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതും ഇപ്പോൾ ഒടുവിൽ DCC പ്രസിഡന്റ് രാജിവെക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നതും. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയം, ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തന പരാജയത്തെക്കുറിച്ച് പറയുന്ന പ്രവർത്തകരെല്ലാം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരാളെ മാത്രം രാജിവെപ്പിച്ച് നടപടി അവസാനിപ്പിച്ചാൽ പോരാ എന്നാണ്. ആരോപണ വിധേയരായ TN പ്രതാപനും അനിൽ അക്കരയ്ക്കുമെതിരെ കൂടി നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ UDF ചെയർമാന്റെ രാജിപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച അന്നു മുതൽ തന്നെ തൃശ്ശൂരിലെ DCC ഓഫീസിൽ വലിയ തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത്. തമ്മിലടിയും കൂട്ടത്തല്ലും. ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെ തിയോഫിൻ നൽകിയ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ജോസ് വള്ളൂർ DCC ഓഫീസിൽ എത്തിയപ്പോൾ ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം വലിയ പ്രതിഷേധം, അത് കൂട്ടത്തലിലേക്ക് കടക്കുന്നതെല്ലാം കണ്ടതാണ്. തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ കൂടി നിന്ന് പ്രതിഷേധിച്ചവരിൽ പലരും ആരോപിക്കുന്ന ഒരു കാര്യം, ഇത് DCC പ്രസിഡന്റിലോ അല്ലെങ്കിൽ UDF ചെയർമാനിലോ ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇത്തരത്തിലുള്ള നടപടികൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ TN പ്രതാപനും അനിൽ അക്കരയ്ക്കും ഒക്കെ എതിരെ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ പല ഭാഗത്തായി പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ TN പ്രതാപനെതിരെയോ അല്ലെങ്കിൽ അനിൽ അക്കരയ്ക്കെതിരെയോ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? DCC ഓഫീസിന് മുന്നിലാണ് തിയോഫിൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള പ്രവർത്തകരുടെ നിലവിലെ പ്രതിഷേധം എങ്ങനെയാണ്? അനന്യ, നിലവിൽ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ രണ്ട് വിഭാഗം പ്രവർത്തകർ രണ്ട് ഗ്രൂപ്പായിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകരെല്ലാം മുകളിലാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ താഴത്തെ നിലയിലാണുള്ളത്. മുകളിൽ നിന്ന് ഒരുപക്ഷെ ഈ MP വിൻസെന്റ് രാജി പ്രഖ്യാപിക്കുകയാണെങ്കിൽ താഴെ വന്ന ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയിലാണ് നമ്മൾ താഴെ കാത്തു നിൽക്കുന്നതും. എന്തായാലും പോസ്റ്റർ യുദ്ധങ്ങൾ തൃശ്ശൂരിൽ അവസാനിച്ചിട്ടില്ല. ഇന്നും പോസ്റ്റർ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ചേലക്കര മണ്ഡലത്തിൽ ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന വന്നതോടുകൂടി ഒരു വിഭാഗം രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പോസ്റ്റർ ഇന്നലെ രാത്രി തന്നെ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ തൃശൂർ DCC ഓഫീസിന്റെ ചുവരുകളിൽ ജോസ് വള്ളൂരിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ മറുവിഭാഗത്തെ മുരളീധരനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി അതായത് ജോസ് വള്ളൂരിനെതിരെ ജില്ലാ നേതൃത്വത്തിനും അനിൽ അക്കരയ്ക്കും TN പ്രതാപനും ഒക്കെ എതിരെ വന്ന പോസ്റ്ററുകളുടെ പേരിലാണ് ഇവർ ഈ കൂട്ടത്തൽ ഉണ്ടാക്കിയത്. അവിടെയാണ് ഇപ്പോൾ ജോസ് വള്ളൂരിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ പോസ്റ്റർ ഇന്നും ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി ഇന്നും ഈ പോസ്റ്റർ പ്രതിഷേധങ്ങൾ തൃശ്ശൂരിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ MP വിൻസെന്റും UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ രാജിവെക്കുന്നതായി അറിയിച്ച് പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനന്യ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിലെ DCC രണ്ട് ചേരികളായി തിരിഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF തൃശ്ശൂർ ജില്ലാ ചെയർമാൻ
MP വിൻസെന്റും രാജിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് തിയോഫിൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തിയോഫിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കരയിൽ രമ്യ ഹരിദാസ് മത്സരിച്ചേക്കുമെന്ന സൂചന വന്നപ്പോൾ തന്നെ രമ്യ ഹരിദാസിനെതിരെയും വലിയ രീതിയിൽ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ DCC ഓഫീസിന് മുന്നിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അനന്യ, രമ്യ ഹരിദാസിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ രമ്യ ഹരിദാസിനെ ആലത്തൂർ മണ്ഡലത്തിലെ പരാജയത്തിന്റെ പേരിൽ ഒരു പകരം ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ചേലക്കരയിൽ ഒഴിവരുന്ന സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. കാരണം ചേലക്കരയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ ചേലക്കര പുറത്തു നിന്നുള്ള ഒരാളാണ്. ആലത്തൂർ MP ആയിരുന്നതുകൊണ്ടുള്ള ഒരു പരിചയം മാത്രമാണ് ചേലക്കരയിലുള്ളത്. പക്ഷേ ചേലക്കര നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിനുള്ളിൽ നിന്നൊരു നേതാവിന് ഒരാളെയാണ്, ഒരു സ്ഥാനാർത്ഥിയാണ് വേണ്ടത് എന്നതാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ താല്പര്യം. അത് നിർബന്ധമായി അത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പക്ഷേ ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ട ആ പോസ്റ്റർ വെളിവാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ തങ്ങൾക്ക് വേണ്ട എന്നതാണ്, വേണ്ട എന്ന് പോസ്റ്ററിൽ പറയുന്നു. അതാണ് ഒരുപക്ഷെ ഈ പ്രതിഷേധത്തിന് കാരണം ഇനിയും പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ചേലക്കരയിൽ കൊണ്ടുവരുന്നു. ചേലക്കരയിലുള്ള പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രചാരണം നടത്തേണ്ട ഒരു സാഹചര്യം, അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തത് വളർന്നു വരുന്ന നേതാക്കൾക്ക് ഓരോ നിയമസഭാ മണ്ഡലത്തിലും അവിടെ നിന്നുള്ളവർക്ക് അവസരം നൽകണമെന്ന ഒരു വാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. എന്തായാലും ഇന്നും പോസ്റ്റർ യുദ്ധത്തിന് തൃശ്ശൂരിൽ കുറവില്ല എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ വിവാദങ്ങളുടെ എല്ലാം സംഘർഷങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അനൌദ്യോഗികമായി നമുക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചതായി, നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ DCC യോഗത്തിന് മുന്നിൽ രാജിവെച്ചതായി ജോസ് വള്ളൂർ അറിയിക്കുകയായിരുന്നു. MP വിൻസെന്റും അല്പസമയത്തിനകം തന്നെ ഈ നേതൃത്വത്തെ ഔദ്യോഗികമായി കാര്യം അറിയിക്കുമെന്നാണ്. കാരണം കയറി പോകുമ്പോൾ തന്നെ ഈ യോഗത്തിനായി വരുമ്പോൾ തന്നെ MP വിൻസെന്റിനോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് രാജിവെക്കുമെന്ന സൂചന അദ്ദേഹം നൽകിയിരുന്നു. ഇപ്പോഴും പ്രവർത്തകരുടെ പ്രതിഷേധം ഉയർത്തിയവരുടെ ആവശ്യം ഇപ്പോഴും ഈ രണ്ടുപേരിൽ ഇത് ഒതുങ്ങുക എന്നതല്ല. പക്ഷേ DCCയുടെ നേതൃത്വ പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ജില്ലാ നേതൃത്വ പദവിയിലിരിക്കുന്ന രണ്ടുപേരാണ്. അവിടെയും TN പ്രതാപന്റെയും അനിൽ അക്കരയുടെയും പേരുകൾ അവിടെ ബാക്കിയാവുമ്പോൾ അവരോട് രാജി ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. കാരണം ഒരാൾ KPCC വർക്കിംഗ് പ്രസിഡന്റാണ്, മറ്റൊരാൾ KPCC സെക്രട്ടറിയാണ്. അപ്പോൾ രണ്ടുപേരുടെയും രാജി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്ക് നയം KPCC ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ജില്ലാ നേതൃത്വ നിരയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുൻനിരയിൽ ഉണ്ടായിരുന്നവരെല്ലാം ആരോപണ വിധേയരാകുകയും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുമ്പോൾ ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി എന്ന കാര്യം പരസ്യമായി തന്നെ KPCC അംഗീകരിക്കുന്ന സാഹചര്യമാണ്. ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെങ്കിൽ അത് ഇത്രയും നാൾ എന്തുകൊണ്ട് ഇതൊരു സംഘർഷം, ഒരു കയ്യാങ്കളിയിലേക്ക് വരെ എത്തുമ്പോൾ വരെ എന്തുകൊണ്ട് KPCC അറിഞ്ഞില്ല എന്നൊരു ചോദ്യം ബാക്കിയാവും. ആ ചോദ്യം ഒഴിവാക്കാൻ തുടക്കത്തിൽ ഒന്നോ രണ്ടോ രാജിയോ അല്ലെങ്കിൽ ഒരു ചെറിയ നടപടിയിലൂടെയോ ഇത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു നിശബ്ദമാക്കാം, പ്രതിഷേധിക്കുന്നവരെ നിശബ്ദരാക്കാമെന്നൊരു കണക്കുകൂട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ കയ്യാങ്കളി കാര്യങ്ങളെല്ലാം താളം തെറ്റിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളിലെല്ലാം തത്സമയം ഈ കയ്യാങ്കളി ജനങ്ങൾ കണ്ടു. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഉള്ള ചിലർക്കുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു വിരോധം അത് നേരത്തെ നമ്മൾ ശരി തിയോഫിൻ, തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF തൃശൂർ ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചു. KPCC അറിയിച്ചതിനെ തുടർന്നാണ് ഇരുവരുടെയും രാജി.